ഹലോ ഗൈസ്, സൈലന്റ് എഫ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ബ്ലോക്ക് ബസ്റ്റർ പ്രീമിയർ ലീഗ് മാച്ച് തന്നെ കാണാൻ സാധിച്ചു. ഒരു വെൽ റിട്ടൺ സിനിമ അങ്ങനെ തന്നെ പറയേണ്ടി വരും. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ആഴ്സണൽ മത്സരം അവസാനിച്ചത് 2-2 ഡ്രോയിലാണ് എത്തിഹാഡ് സ്റ്റേഡിയത്തിൽ. മാൻ സിറ്റിയുടെ ഹോം മാച്ച് ആയിരുന്നു. എന്താ പറയുക, എല്ലാം ഉള്ള ഒരു മാച്ച് എന്ന് പറയില്ല നമ്മൾ, അതേപോലത്തെ ഒരു മാച്ച് ആയിരുന്നു അത്. നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമ കാണാൻ കയറുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? ഒരു ഇൻട്രൊഡക്ഷൻ പഞ്ച് വേണം, ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ഒരു ഇൻ്റർവെല്ലിനോട് എടുക്കുമ്പോൾ ഒരു ബിൽഡപ്പ് വേണം, ഇൻ്റർവെല്ലിൽ ഒരു ട്വിസ്റ്റ് വേണം, സെക്കൻഡ് ഹാഫിലൊരു സ്റ്റോറി ടെല്ലിങ് വേണം, സിനിമയുടെ അവസാനം ക്ലൈമാക്സിലൊരു ബാങ്കിങ് ട്വിസ്റ്റ് വേണം. അങ്ങനെ ഇതെല്ലാം നിറഞ്ഞൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ തന്നെയായിരുന്നു ഇന്ന് ആ സിറ്റി വേഴ്സസ് ആഴ്സണൽ മാച്ച് എന്ന് പറയുന്നത്. ഇനി ലൈനപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ സിറ്റി അവരുടെ 4-3-3 ഫോർമേഷനാണ് ടീമിനെ ഇറക്കിയത്. പക്ഷേ ആഴ്സണൽ കുറച്ച് സർപ്രൈസുമായിട്ടാണ് വന്നത്. അതായത് ആർട്ടേറ്റ ഒരു 4-4-2 ഫോർമേഷനിലാണ് ടീമിനെ ഇറക്കിയത്. നമുക്കറിയാം ഒഡെഗാർഡിനെയൊക്കെ ടീം മിസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു പുതിയൊരു സ്ട്രാറ്റജി ആയിട്ടായിരിക്കും ആർട്ടേറ്റ വരുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. പക്ഷെ അതിൽ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ബെൻ വൈറ്റിനെ ബെഞ്ചിലിരുത്തും എന്നുള്ളതാണ് ആരും എക്സ്പെക്ട് ചെയ്യാതിരുന്നൊരു കാര്യം. ബെൻ വൈറ്റിന് പകരക്കാരനായി റൈറ്റ് ബാക്കിൽ ജൂലിയൻ ടിംബറിനെയാണ് അദ്ദേഹം ഇറക്കിയിരുന്നത്. ലെഫ്റ്റ് ബാക്കിൽ പുതിയ സൈനികനായ കലഫിയോറിനെയും ഇറക്കിയിരുന്നു. ഈ ഒരു ചേഞ്ചാണ് ആർട്ടേറ്റ വരുത്തിയിരുന്നത്. ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മത്സരത്തിന്റെ ആദ്യ സമയങ്ങളിൽ തന്നെ പ്ലേയേഴ്സ് തമ്മിൽ കൊമ്പ് ഓർക്കുന്ന സീക്വൻസുകളൊക്കെ ഉണ്ടായിരുന്നു. മത്സരത്തിന് തുടക്കം തുടങ്ങി അവസാനം വരെ അത് കീപ്പ് ചെയ്യാൻ പ്ലേയേഴ്സിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പറയേണ്ടത് ശരിക്കും. ഇനി മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ അറ്റാക്കിംഗ് കൺട്രോൾ ഏറ്റെടുത്തത് സിറ്റി തന്നെയായിരുന്നു. ആദ്യത്തെ 9ാമത്തെ മിനിറ്റിൽ തന്നെ അവർ ഫസ്റ്റ് ഗോളടിച്ചത് വേറെ ആരുമല്ല, അവരുടെ ടോപ്പ് സ്ട്രൈക്കറായ എർലിംഗ് ഹാലൻഡ് തന്നെയാണ്. ഹാലൻഡിന്റെ 100ാമത്തെ ഗോൾ സിറ്റിക്ക് വേണ്ടി എല്ലാ കോമ്പറ്റീഷനിലും ചേർത്ത്, അതും വെറും 105ാമത്തെ മത്സരത്തിൽ നിന്ന് തന്നെ. ഈ ക്യാമ്പയിനിൽ ആഴ്സണലിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ സെന്റർ ബാക്ക് ഡ്യൂ ആയ സാലിബയും ഗബ്രിയേലുമാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടുപേരുടെ ഇടയിൽ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിലൂടെ ഹാലൻഡ് ഓടി കയറുകയായിരുന്നു. ഹാലൻഡ് നല്ലൊരു ഫിനിഷ് തന്നെ കൊടുക്കുകയും ചെയ്തു ആസ് യൂഷ്വൽ. അങ്ങനെ മത്സരം 10 മിനിറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ സിറ്റി ലീഡ് എടുത്തിരുന്നു. പിന്നെ ആഴ്സണലിന്റെ തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും എന്ന് കാത്തിരുന്ന ആഴ്സണൽ ഫാൻസിന് മറ്റൊരു സർപ്രൈസ് ആയിട്ട് വന്നത് റോഡ്രിയുടെ ഇഞ്ചുറിയാണ്. 21ാമത്തെ മിനിറ്റിൽ സിറ്റി പ്ലെയറായ റോഡ്രി ഇഞ്ചേർഡായി റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. തൊട്ടടുത്ത നിമിഷം 22ാമത്തെ നിമിഷത്തിലാണ് ആഴ്സണൽ അവരുടെ ഈക്വലൈസിങ് ഗോൾ കണ്ടെത്തുന്നത്. ഒരു ഫ്രീ കിക്ക് പൊസിഷനിൽ നിന്ന് ഗെയിം പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആഴ്സണൽ ലെഫ്റ്റ് വിങ്ങിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലി പന്തുമായി ചാർജ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിറകെ ഓടി വന്ന ലെഫ്റ്റ് ബാക്കായ കലഫിയോറിക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബോക്സിന് പുറത്തേക്ക്. കലഫിയോറി ഓടി വന്ന് ലെഫ്റ്റ് ഫുട്ടർ കൊണ്ട് ഒരു കേർവിങ് ഔട്ട് ഷോട്ട് വായിക്കുകയാണ്. എഡേഴ്സൺ ബീറ്റൺ ആവുന്നു, പന്ത് ടോപ്പ് കോർണറിൽ ചെന്നെത്തുകയാണ്. പെട്ടെന്നുള്ളൊരു അറ്റാക്കായിരുന്നു. ഈ ഒരു അറ്റാക്കിന്റെ സമയത്ത് സിറ്റി പ്ലെയേഴ്സ് ഒരുപാട് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു റെഫറിയുടെ അടുത്ത്. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാരണം ഇതായിരുന്നു. ആ ഫ്രീ കിക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ 2 ക്യാപ്റ്റന്മാരെയും വിളിച്ചു വരുത്തി റെഫറി ഒരു വാർണിംഗ് പോലെ പ്ലെയേഴ്സിന് കൊടുക്കുന്നതിന് പകരം വാർണിംഗ് ആയിട്ട് ക്യാപ്റ്റന്മാരെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആഴ്സണലിന്റെ ക്യാപ്റ്റനായിട്ട് സാക്കയായിരുന്നു, സിറ്റിയുടെ ക്യാപ്റ്റനായിട്ട് വാക്കറാണ് ഈ റൈറ്റ് ബാക്ക് കളിക്കുന്ന പ്ലെയർ, അതായത് ഗബ്രിയേൽ മാർട്ടിനെല്ലിയെ മാർക്ക് ചെയ്യേണ്ട പ്ലെയർ. സിറ്റി പ്ലെയേഴ്സിന്റെ കംപ്ലൈന്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറി ഈ ശാസനം അല്ലെങ്കിൽ വാർണിംഗ് ടോക്ക് നടത്തിയതിനു ശേഷം അവർ തിരിച്ചു വിട്ടതിന് ശേഷം വാക്കറിന് അദ്ദേഹത്തിന്റെ പൊസിഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആഴ്സണൽ അവരുടെ ഫ്രീ കിക്ക് എടുത്തു എന്നാണ് സിറ്റി പ്ലേയേഴ്സ് വാദിച്ചത്. പക്ഷെ അത് പിന്നീട് VAR ചെക്കൊക്കെ നടത്തിയെങ്കിലും അതറിയാൻ കഴിഞ്ഞു. കുറച്ചും പതുക്കെയാണ് തിരിച്ച് പൊസിഷനിലേക്ക് പോയത്. അദ്ദേഹം അത്യാവശ്യം സ്പീഡിൽ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ പൊസിഷനിൽ എത്താമായിരുന്നു, മാർട്ടിനെല്ലിയെ മാർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ള നിഗമനത്തിലേക്ക്, ആ ഒരു വിധിയെഴുത്തിലേക്ക് VAR എത്തുകയാണ്. അങ്ങനെ ആ ഗോൾ സ്റ്റാൻഡ് ചെയ്യുകയാണ്. 1-1 22ാമത്തെ മിനിറ്റിൽ തന്നെ 1-1 എന്നുള്ള പൊസിഷനിലേക്ക് എത്തി. പിന്നീട് സിറ്റി അറ്റാക്കിങ്ങിൽ നന്നായിട്ട് പിടിമുറുക്കുന്നുണ്ട്. പക്ഷെ ഒരു 40 മിനിറ്റിനോട് അടുക്കുമ്പോൾ ആഴ്സണൽ കുറച്ചും കൂടി അറ്റാക്കിംഗ് മൂവ്മെന്റ് കൂട്ടുകയും ഒപ്പോണന്റ് ബോക്സിലേക്ക് കൂടുതൽ കടന്നു കയറാൻ കഴിയുന്നതുമായി കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ 45 മിനിറ്റ് കഴിഞ്ഞ് ആഡഡ് ടൈമിലാണ് ആഴ്സണലിന് സെക്കൻഡ് കോർണർ കിട്ടുന്നത്. ബുക്കായോ സാക്ക എടുക്കുന്ന കോർണറിന് ഗോൾ നേടുന്നത്, ആഴ്സണലിന്റെ സെക്കൻഡ് ഗോൾ നേടുന്നത് ഡിഫൻഡറായ ഗബ്രിയേൽ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നോർത്ത് ലണ്ടൻ ഡെർബിയിൽ നേടിയ ഹെഡർ ഗോൾ പോലെ മറ്റൊരു ഹെഡർ ഗോൾ അദ്ദേഹം ഈ ഒരു
മത്സരത്തിലും സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ ചെന്ന് നേടുകയാണ്. അങ്ങനെ 2-1 എന്നുള്ള സ്കോർ ലൈനിലേക്ക് എത്തുകയാണ് ആഴ്സണൽ. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ആഴ്സണലിന് ആദ്യത്തെ കോർണർ കിട്ടിയപ്പോൾ ഗബ്രിയേലിനെ മാർക്ക് ചെയ്യാൻ നിർത്തിയത് ഡോക്കൂലെയായിരുന്നു. കമ്പാരേറ്റീവ്ലി ഹൈറ്റ് വേരിയേഷനുള്ള പ്ലെയേഴ്സാണ് രണ്ടും. ഗബ്രിയേലിനാണ് ഹൈറ്റ് കൂടുതൽ. ആ ഒരു സമയം ഗബ്രിയേൽ ഹെഡർ കണക്ട് ചെയ്തിരുന്നു, പക്ഷെ ബോള് ബാറിന് മേലെ കൂടെ പോകുന്നൊരു കാഴ്ചയായിരുന്നു. അതിനുശേഷം വന്ന ഈ കോർണറിൽ അദ്ദേഹത്തെ മാർക്ക് ചെയ്യാൻ കൊടുത്തത് കൈൽ വാക്കറിനെയായിരുന്നു. വാക്കറിനെയാണ് ഏൽപ്പിച്ചത്. ടഫ് ഡിഫൻഡർ തന്നെ കൊടുത്തു. പക്ഷെ സ്റ്റിൽ ആ ഒരു സീക്വൻസ് ശരിക്കും കാണേണ്ടതാണ്. കൈൽ വാക്കർ കുറേ ബോഡി ടോൺസ് എല്ലാം നടത്തി അദ്ദേഹത്തിൻ്റെ കൂടെ ഏത് മൂവ്മെന്റ് വെച്ചാലും ഞാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കൂടാ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് കിക്ക് എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞില്ല. കൈൽ വാക്കറിനെ ഈസി ആയിട്ട് കബളിപ്പിച്ചാണ് ഗബ്രിയേൽ ഓടി കയറുന്നത് ഇൻസൈഡ് ദ ബോക്സ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ ജംപ് ഹെഡർ, അത് അദ്ദേഹത്തിൻ്റെ തലയുടെ സൈഡിൽ കൊണ്ടാണ് കയറുന്നത്. അത്ര നീറ്റ് ഹെഡർ എന്ന് പറയാൻ കഴിയില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗോൾ. സോ അങ്ങനെ 2-1 എന്നുള്ള ലീഡിലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും വിചാരിച്ചു, എല്ലാ ആഴ്സണൽ ഫാൻസും വളരെ ഹാപ്പിയായി. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ 1-0 നിന്ന് 2-1 എത്തി. നല്ലൊരു പ്രോഗ്രഷൻ എന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ ഇവിടെയാണ് ഇൻ്റർവെല്ലിൽ ആ ട്വിസ്റ്റ് വരുന്നത്. ആഡ് ടൈം കഴിയാറായപ്പോൾ കഴിഞ്ഞ ബ്രൈറ്റൺ മത്സരത്തിൽ കിട്ടിയ പോലെ ഒരു അടി ആഴ്സണലിന് പിന്നെയും കിട്ടി. ഒരു റെഡ് കാർഡ്. ഇത്തവണ കിട്ടിയത് ട്രൊസാർഡിനാണ്. 34ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് കിട്ടിയതാണ്. ഇത്തവണ ബോൾ അടിച്ച് കളഞ്ഞതിന് പിന്നെയും മറ്റൊരു യെല്ലോ കാർഡും കൂടി കിട്ടി. ഡെക്ലാൻ റൈസിന് കിട്ടിയ പോലെ തന്നെ ഏറെക്കുറെ. അങ്ങനെ 11 പേരുണ്ടായ ആഴ്സണൽ 10 ആളായി ചുരുങ്ങി ഫസ്റ്റ് ഹാഫ് അവസാനിക്കുകയാണ്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബുക്കായോ സാക്കോനെയാണ് ആർട്ടറ്റ പിൻവലിക്കുന്നത്. പകരം ബെൻ വൈറ്റിനെ കയറ്റിവിടുന്നുണ്ട്. സോ അറ്റാക്കിംഗ് എന്നൊരു പ്രോസ്പെക്റ്റ് ഇനി വേണ്ട, അടുത്ത 45 മിനിറ്റിലേക്ക് ഇനി അറ്റാക്കിംഗ് പ്രോസ്പെക്റ്റ് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ആർട്ടറ്റയും സംഘവും. ഫുൾ ഓൺ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓൺ ഡിഫൻസ്. അവരുടെ ഫോർമേഷൻ തന്നെ കാണാമായിരുന്നു. 5-4 കളിച്ചിരുന്നത്. 6-3 ഉണ്ടായിരുന്നു ചില സമയത്ത്. 7-2 വരെ പോയിട്ടുണ്ട് ചില നേരത്ത്. അത്രയ്ക്കും ഫുൾ ഡെപ്തിൽ ഇറങ്ങി ഡിഫെൻഡ് ചെയ്യായിരുന്നു അവരുടെ തീരുമാനം. അത് അവർ അത്യാവശ്യം വളരെ വെടിപ്പായിട്ട് തന്നെ ചെയ്തു എന്ന് പറയേണ്ടി വരും. ഷോട്ടുകളൊക്കെ പായിച്ചിരുന്നു. ഡേവിഡ് റായ്ക്ക് അത്യാവശ്യം പണിയുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ പണിയുണ്ടായിരുന്നു. ഡിഫൻഡേഴ്സിന് അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവസാന നിമിഷം വരെ അവരത് വളരെ വെടിപ്പായിട്ട് തന്നെ കീപ്പപ്പ് ചെയ്ത് അവർക്ക് കഴിഞ്ഞിരുന്നു. സിറ്റി പ്ലേയേഴ്സിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കോട്ട വളയുന്ന യോദ്ധാക്കളെ പോലെ ഇല്ല, അതേപോലെയാണ്. ഏത് സൈഡിൽ നിന്നാണ് ഒരു സ്പേസ് കിട്ടുക, അതിൽ കൂടെ ബോൾ കയറ്റാം, അല്ലെങ്കിൽ ഒരു ലോങ് ഷോട്ട്സ് നോക്കാം, ഇതെല്ലാം അവർ മാറ്റി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും അവർക്ക് അതിൻ്റെ ഫലം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും നന്നായിട്ട് തന്നെ ആഴ്സണൽ കോട്ട കെട്ടി പ്രതിരോധിച്ചു സിറ്റി പ്ലേയേഴ്സിനെ അവസാന നിമിഷങ്ങൾ വരെ. 90 മിനിറ്റ് കഴിഞ്ഞു. 7 മിനിറ്റാണ് ആഡ് ഓൺ ടൈം കൊടുത്തത്. 7 മിനിറ്റും കഴിഞ്ഞ് 98ാമത്തെ മിനിറ്റിലേക്ക് കടന്നു. ആ സമയത്താണ് ജോൺ സ്റ്റോൺസിൻ്റെ ആഴ്സണൽ ഫാൻസിൻ്റെ ചങ്ക് തകർക്കുന്ന ആ ഒരു ഗോള് വരുന്നത്. അതൊരു കോർണർ കിക്കിൻ്റെ ബൈ ആയിട്ട് വരുന്ന ഒരു ചാൻസ് ആണ്. അത് ഒരു വട്ടം മറ്റ് പ്ലേയേഴ്സിന് തട്ടി വന്ന ഒരു പന്ത് ജോൺ സ്റ്റോൺസ് അടിച്ച് പോസ്റ്റിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 98ാമത്തെ മിനിറ്റിലാണ് അവരവരുടെ ഇക്വലൈസിംഗ് ഗോൾ സിറ്റിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. എല്ലാവരും വിചാരിച്ചിരുന്നു, അവസാന നിമിഷങ്ങളൊക്കെ ആവാറാകുമ്പോഴേക്കും എല്ലാവരും വിചാരിച്ചിരുന്നു ആർട്ടറ്റയും ആഴ്സണൽ ടീമും ഒരുപാട് കാലം പ്രശംസ നേടാൻ പോകുന്ന ഒരു ഇവൻ്റാണ് നടക്കാൻ പോകുന്നത്. സിറ്റി അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയി, അതും റെഡ് കാർഡ് വാങ്ങിയ ഒരു പ്ലെയർ ഹാഫ് ടൈമിൽ തന്നെ പുറത്തായിട്ടും 10 ആൾ വെച്ച് ഒരു വിജയം അവിടെ നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരുപാട് കാലം ആ ടീമിന് പ്രശംസ നേടാൻ കേൾക്കാൻ ചാൻസ് ഉള്ളൊരു ഇവൻ്റ് തന്നെയാണ്. പക്ഷേ 98ാമത്തെ മിനിറ്റിൽ ജോൺ സ്റ്റോൺസ് ആ ഇവൻറ്റിനെ അങ്ങോട്ട് തകിടം മറിച്ച് കളഞ്ഞു. ക്ലൈമാക്സ് ട്വിസ്റ്റ്. അങ്ങനെ 2-2 എന്നുള്ള സ്കോർ ലൈനിൽ മത്സരം അവസാനിച്ചു. ഇതിലിപ്പോൾ ഏത് ടീമാണ് ഒരു പോയിന്റുമായി രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇത്രയും നെഗറ്റീവ് സിറ്റുവേഷനിൽ വെറും 10 ആളും വെച്ച് എറ്റിഹാഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ഒരു പോയിന്റുമായി വരിക എന്ന് പറയുന്നത് നിസ്സാരൊരു കാര്യമല്ല. അതേപോലെ അവസാന നിമിഷം വരെ തോറ്റു നിന്നിട്ട് അവസാന നിമിഷത്തെ ഗോളിൽ ഡ്രോ കണ്ടെത്തി ഒരു പോയിന്റ് നേടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. സോ രണ്ട് ടീമും നല്ല രീതിക്ക് തന്നെ അവരുടേതായ സ്റ്റൈലിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ. അതിലെടുത്ത് പറയേണ്ടത് ആഴ്സണൽ സെക്കൻഡ് ഹാഫ് ടീമിനെ കുറിച്ചാണ്. 11 vs 11 എന്ന് പറഞ്ഞാൽ അതൊരു ടാക്റ്റിക്കൽ ഗെയിമാണ്. പക്ഷേ ഇന്നിപ്പോൾ ആ 10 പ്ലേയേഴ്സ് വേഴ്സസ് സിറ്റി പ്ലേയേഴ്സിൻ്റെ എതിരെ കാഴ്ചവെച്ചത് പ്യുവർ ഹാർട്ട് തന്നെയാണ്. അത്രയ്ക്ക് നല്ലൊരു, കാരണം അവിടെ വേറെ സ്ട്രാറ്റജിയോ വേറെ ടെക്നിക്കൽ
ഡിസ്കഷൻസോ വേറെ ടാക്റ്റിക്കൽ എബിലിറ്റിയും കാര്യങ്ങളൊന്നും അല്ല, പ്യുവർ ഹാർട്ട് തന്നെയാണ്. അത്രയും പ്ലേയേഴ്സിനെ കോട്ട കിട്ടുക, അതും സിറ്റി പ്ലേയേഴ്സിൻ്റെ ഒക്കെ ക്വാളിറ്റി നമുക്കറിയാവുന്നതാണ്. അറ്റാക്കിംഗ് ബേസിസിൽ പെപ് ഗാർഡിയോളയുടെ ടീമാണത്. അവർ ഇത്ര അവസാന നിമിഷം വരെ കോട്ട കെട്ടി കീപ്പ് ചെയ്യാന്ന് ചെറുത്ത് നിൽക്കുക എന്ന് പറയുന്നത് അത്രയും അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ രണ്ട് ടീമിനും അർഹതപ്പെട്ട പോയിന്റ് തന്നെയാണ്. ഇന്നത്തെ ടീം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ ആർസണൽ പ്ലേയേഴ്സിന് കുറച്ചുകൂടെ എഡ്ജ് കൊടുക്കും. കാരണം സിറ്റിയുടെ അറ്റാക്കിംഗ് പെർഫോമൻസ് ഒട്ടും മോശമായിരുന്നില്ല, വളരെ നല്ല രീതിയിൽ തന്നെ അവർ ആ പെർഫോമൻസ് നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ തന്നെ 30ക്ക് മേലെ അറ്റാക്കിംഗ് അറ്റംപ്റ്റ്സ് അവർ നടത്തിയിരുന്നു. ബട്ട് സ്റ്റിൽ ആർസണലിൻ്റെ ഒരു 10-man ഡിഫെൻസീവ് പെർഫോമൻസ് അതിന് മേലെ നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സ്റ്റിൽ അവർ ഇക്വലൈസിംഗ് ഗോൾ അവസാന നിമിഷം വാങ്ങിയെങ്കിൽ പോലും സ്റ്റിൽ ആർസണലിൻ്റെ ഒരു ഡിഫെൻസീവ് പെർഫോമൻസ് ആണ് കുറച്ചും കൂടി മേലെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിലെ. സോ റെഫറി ആയിരുന്ന മൈക്കിൾ ഒലിവറിൻ്റെ ഇൻവോൾവ്മെന്റ്സ്, റെഡ് കാർഡ്സ്, സെറ്റ് പീസ് ഗോൾസ്, ഓപ്പണിംഗ് മിനിറ്റ്സിലെ ഗോൾ, അതേപോലെ ലാസ്റ്റ് മിനിറ്റ് ഗോൾ, പ്ലേയേഴ്സ് തമ്മിലുള്ള ഫൈറ്റ്, അങ്ങനെ എല്ലാം നിറഞ്ഞൊരു ബ്ലോക്ക് ബസ്റ്റർ പ്രീമിയർ ലീഗ് റൈവൽറി മാച്ച് തന്നെയായിരുന്നത്. സോ ഈ മാച്ച് കണ്ടിരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ പ്രീമിയർ ലീഗ് ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.